ഓം ശാന്തി. ഈ കലിയുഗം ഓരോ ജീവാത്മാക്കളും അവരുടെ കർമ്മക്കണക്കിനെ അവസാനിപ്പിക്കുന്നതായിരിക്കുന്ന സമയമാണ്. ഒന്നല്ല എങ്കിൽ മറ്റൊരു പ്രശ്നം എല്ലാ വീട്ടിലും, ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലെ ദുഃഖത്തിൻ്റെ കാരണങ്ങൾ, ഒന്നുകിൽ ശോകം അല്ലെങ്കിൽ രോഗം, ഇതിലേതെങ്കിലും ഒന്ന് എല്ലാ വീട്ടിലും, ഏത് വീട്ടിൽ നോക്കിയാലും ഇത് രണ്ടും ഇല്ലാത്ത ഒരു സ്ഥലം നമുക്ക് കാണാനില്ല. അതുകൊണ്ട് ഈ കലിയുഗത്തിനുള്ളിൽ ടെൻഷനില്ലാതെ ജീവിക്കാൻ ഒരു മനുഷ്യന് സാധിക്കുക എന്ന് വെച്ചാൽ അത് ഒരുപാട് പരിശ്രമമുള്ള കാര്യം തന്നെയാണ്. അഥവാ നിങ്ങൾ ടെൻഷനിൽ നിന്നും മുക്തമാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2 ചോദ്യം നിങ്ങളോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഞാൻ ടെൻഷൻ ആവാതിരിക്കാൻ, ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ കഴിഞ്ഞു പോയ കാര്യത്തെ അഥവാ നടക്കാൻ പോകുന്ന കാര്യത്തെ, 2 കാര്യത്തിലാണല്ലോ മനുഷ്യന്മാർക്ക് ടെൻഷൻ ഉണ്ടാവുക. ഒന്നുകിൽ നമ്മൾ പാസ്റ്റിൽ ജീവിക്കും, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ജീവിക്കും. പാസ്റ്റിൽ ജീവിക്കുമ്പോൾ അവരെന്നോട് അങ്ങനെ പറഞ്ഞു, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അവരെന്നോട് അത് പെരുമാറിയിട്ടുണ്ട്, ഇവരെന്നോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പാസ്റ്റിൽ ജീവിക്കുകയാണ്. എൻ്റെ ഇന്ന മകൻ്റെ കാര്യം നന്നായി കിട്ടണം, എന്നെ ആ കാര്യം ശരിയായി കിട്ടണം, ഈ കാര്യം നടത്തി കിട്ടണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വറി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചറിൽ ജീവിക്കുകയാണ്. പാസ്റ്റിൽ ജീവിച്ചാലും ഫ്യൂച്ചറിൽ ജീവിച്ചാലും ഒരു മനുഷ്യൻ ഒരിക്കലും ജീവിതത്തിൽ വിജയം നേടിയെടുക്കാൻ സാധ്യമല്ല. ഒന്നുകിൽ നിങ്ങൾ സ്വന്തം ജീവിതം പാസ്റ്റിൽ ജീവിച്ച് നഷ്ടപ്പെടുത്തും, അല്ലെങ്കിൽ ഭാവിയിലുള്ളതായിരിക്കുന്ന വറികളിൽ പോയി അവിടെയും നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ജീവിക്കണമെങ്കിൽ പാസ്റ്റിലും അല്ലെങ്കിൽ ഫ്യൂച്ചറിലും അല്ല നമ്മൾ ജീവിക്കേണ്ടത്, വർത്തമാനകാലത്തിൽ പ്രസൻറ്റിൽ നമുക്ക് ജീവിക്കാനായിട്ട് പഠിക്കണം. അതുകൊണ്ട് സ്വയം എന്നോട് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നോട് അവർ പറഞ്ഞു, ചെയ്തു, ഒക്കെ ഞാൻ വിഷമിച്ചു. ആ കാര്യത്തിൽ തന്നെ ജീവിച്ച് എനിക്ക് മുന്നോട്ട് പോയിട്ട് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചിട്ട് എനിക്കതിനെ നന്നാക്കാൻ സാധിക്കുമോ? നിങ്ങൾക്ക് തന്നെ ഉത്തരം അറിയാം, ഇല്ല എങ്കിൽ അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കും. ഇനി വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള വറിയാണെങ്കിൽ അത് അങ്ങനെ നടന്നാൽ ഇങ്ങനെയാവുമല്ലോ, ഇങ്ങനെ നടന്നാൽ അങ്ങനെയാവുമല്ലോ, ഇങ്ങനെ ഒരു 100 തവണ നിങ്ങൾ ചിന്തിച്ചത് കൊണ്ട് ചിന്തിച്ച് ആ കാര്യം നിങ്ങൾക്ക് മോശമാക്കാന്നല്ലാതെ നന്നാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അപ്പോഴും നമുക്കൊരു ഉത്തരം കിട്ടും, അതും നമുക്ക് സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അല്പാൽപമായിട്ട് മരിക്കാതെ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ജനിച്ചു, തീർച്ചയായിട്ടും നമുക്ക് ഒരു ദിവസം മരിച്ചേ പറ്റൂ. ആ മരിക്കുന്നത് ടെൻഷൻ അടിച്ച് ചിന്തിച്ച് ടെൻഷൻ കൊണ്ട്, നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് ചിന്തിച്ച് മരിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ഒരു മനുഷ്യൻ അല്പാൽപമായിട്ട് മരിക്കുകയാണ്. അതുകൊണ്ട് അല്പാൽപമായിട്ട് മരിക്കാതെ, കഴിഞ്ഞു പോയ ആ ഒരു പാസ്റ്റിൽ ജീവിക്കാതെ അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കുക. വരാൻ പോകുന്ന ഫ്യൂച്ചർ അല്ലേ, ഇന്ന് ഞാൻ എന്ത് ചെയ്യും അതുപോലെ ഇരിക്കുമല്ലോ നാളെ, അതുകൊണ്ട് അത് വിട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസൻറ്റിൽ, ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കാൻ പഠിച്ചാൽ തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ നിമിഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായാലും ഞാൻ സ്വസ്ഥമായിട്ട് ശ്വസിക്കുന്നു, സ്വസ്ഥമായിട്ട് ആഹാരം കഴിക്കുന്നു, സ്വസ്ഥമായിട്ട് നടക്കുന്നു, ഈ നിമിഷത്തിൽ ഈ ഒരു മൊമെൻറ്റ് എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാനുള്ളതായിട്ടുള്ള കപ്പാസിറ്റി ഈശ്വരൻ തന്നല്ലോ, ഈശ്വരനോട് താങ്ക്സ് പറയൂ. അങ്ങനെ മനസ്സിൽ നിന്ന് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാ പരിതസ്ഥിതികളും പരസ്ഥിതികളായി മാറും. അഥവാ നമുക്ക് അതിൻ്റെ പ്രഭാവത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കും. സ്വന്തം സ്ഥിതി, നമ്മുടെ മാനസികാവസ്ഥയെ ഉയർന്ന തലത്തിലാക്കി വെക്കുകയാണെങ്കിൽ, ഒന്ന് ചിന്തിച്ചു നോക്കിയും, ഒരു പക്ഷിയാണ് ഒരു പർവ്വതത്തെ മറികടക്കേണ്ടതെങ്കിൽ ആ പക്ഷി ഭാരമില്ലാത്തത് കൊണ്ട് അതിന് പറന്നുയർന്ന് എത്ര മലയുടെ മുകളിൽ കൂടെ വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ പോവാം. മുന്നിലെ തടസ്സം ആ പക്ഷിക്ക് ഒരു തടസ്സമേ ആകുന്നില്ല. അതിന് ഉയരത്തിൽ പറന്നുകൊണ്ട് മറികടക്കാനുള്ള ഹൈറ്റ്സ് അച്ചീവ് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് മാറും. അതേസമയം തന്നെ നടന്നു കയറാൻ നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മലയും മരങ്ങളും എല്ലാം തടസ്സങ്ങളെ ആകുന്നുള്ളൂ. അതുകൊണ്ട് ഉയർന്ന് പറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാരമില്ലാതാകണമെന്നുണ്ടെങ്കിൽ പാസ്റ്റിന് നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടണം. ഫ്യൂച്ചറിൽ വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ച് വിട്ടേക്കണം. ഇന്നലെ ഈ നിമിഷത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് പഠിക്കണം. ഒരിക്കൽ 2 സന്യാസിമാര് ഒരു കാടിൽ ഒരു ചെറിയ കുടിൽ കെട്ടിക്കൊണ്ട് 2 പേരും തപസ് അനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം അവർ 2 പേരും രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ വേണ്ടി കുളത്തിലേക്ക് പോയി. അങ്ങനെ കുളി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം നോക്കിയപ്പോൾ അതിശക്തമായിട്ടൊരു കാറ്റടിച്ചു. ആ കാറ്റടിച്ച് ആ ഒരു കൊച്ചു കൂരയുടെ മേൽക്കൂര അങ്ങ് പറന്നുപോയി. ആ പറന്നുപോയപ്പോൾ അതിലൊരു സന്യാസി തിരിച്ചു വന്ന് നോക്കുമ്പോൾ, അവർ കടക്കാൻ നോക്കുമ്പോൾ മേൽക്കൂരയില്ലാത്തൊരു ചെറിയ കുടില്. അത് കണ്ടപ്പോൾ ഒരു സന്യാസി പറയുകയാണ്, എന്ത് കഷ്ടമാണ് ഭഗവാനെ, നിന്നെ സ്നേഹിക്കാൻ വേണ്ടി, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി ലോകത്തെല്ലാം ഞാൻ ത്യജിച്ചു, എൻ്റെ വീട്ടുകാരെ ഞാൻ വിട്ടു, എൻ്റെ നാട് ഞാൻ വിട്ടു, എൻ്റെ ജോലി വിട്ടു, എല്ലാം വിട്ടു, നീ മാത്രം മതി എന്ന് പറഞ്ഞ് വന്നവനല്ലേ ഞാൻ, എന്നിട്ട് ഈ ഒരു കുടില് പോലും നീ എനിക്ക് തരില്ലേ എന്ന് ചോദിക്കുകയാണ്. മറ്റേ സന്യാസി ഒന്നും മിണ്ടുന്നില്ല. അവർ 2 പേരും അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. രാത്രി ഉറങ്ങാൻ കിടക്കുകയാണ്. ഉറക്കത്തിൽ ഉണർന്നായിരിക്കുന്ന ആ മറ്റൊരു സന്യാസി ആകാശത്തേക്ക് നോക്കുമ്പോൾ നല്ല തെളിഞ്ഞ
നീലാകാശം, നിറയെ നക്ഷത്രങ്ങളും ചന്ദ്രനും ഒക്കെ കണ്ട് അതിമനോഹരമായിട്ടുള്ള ആകാശവും രാത്രിയും കണ്ട് ആസ്വദിച്ച് പറയാണ്, ഭഗവാനെ, ഇത്രയും മനോഹരമായിരിക്കുന്ന വിശാലമായിരിക്കുന്ന സുന്ദരമായൊരു രാത്രിയുടെ ദൃശ്യം ഈ മേൽക്കൂര ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ കാണില്ലായിരുന്നല്ലോ. ഇത്രയും നല്ലൊരു അനുഭവം തരാൻ വേണ്ടിയാണല്ലേ നീ ഇന്ന് ഈ മേൽക്കൂര എടുത്തത്. താങ്ക് യു എന്ന് പറയാണ്. സാഹചര്യം ഒന്നാണ്. ഒരാൾക്ക് ഈശ്വരൻ തരാത്തതുള്ള പരിഭവമായിപ്പോയി, മറ്റൊരാൾക്ക് ഈശ്വരൻ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയതായിട്ടുള്ള നന്ദിയായിപ്പോയി. പ്രഭാവം നമ്മളുള്ളിൽ പോസിറ്റീവോ നെഗറ്റീവോ ഉണ്ടാക്കുന്നത് നമ്മുടെ മനസ്ഥിതിയുടെ ആധാരത്തിലാണ്. ഒരു നാട്ടിൽ എവിടെയെങ്കിലും ഒന്ന് സംഭവിച്ചു എന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ള ഭയമാണ് മനുഷ്യന്മാർക്ക് ഇന്ന്. മറ്റെവിടെയെങ്കിലും ഒരു രോഗം വന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും അയ്യോ ഇനി എനിക്ക് അത് വന്നിട്ടുണ്ടോ എന്നുള്ളതായിട്ടുള്ള പേടിയാണ്. അങ്ങനെ പേടിച്ച് രോഗികളായി തീരുന്ന എത്രയോ ആൾക്കാരെ കാണാം. ഒരു കുഴപ്പമില്ല, ഡോക്ടർമാർ പറയുന്ന ഒരു പ്രശ്നവും ഇല്ല എന്ന് ആഹാരം ഇറങ്ങുന്നില്ല, ഡോക്ടർമാർ പറയുന്ന ഒരു പ്രോബ്ലവും ഇല്ല എന്ന് പക്ഷേ മസിൽ പെയിനുണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പക്ഷേ ഡൈജഷൻ ഇല്ല ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഡോക്ടർ പറയുന്ന ഒരു പ്രശ്നവും ഇല്ല എന്ന് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നെഞ്ചുവേദനയാണ് അനുഭവിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യുക എന്ന ആൾ പറയുകയാണ്. മനസ്സിൻ്റെ ഭയം കൊണ്ട് പലതും ജീവിതത്തിൽ നമ്മൾ ആകർഷിച്ചെടുക്കുകയാണ്. മോശമായിട്ടൊരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് പേടിച്ച് ആ കാര്യത്തെ വീണ്ടും ഓർത്ത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന ആളുകൾ. ഒരിക്കൽ ഒരാളുടെ ഭാര്യ പോയിട്ട് ഒരു കൗൺസിലർ എടുത്ത് പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡ് ആരെന്ത് പറഞ്ഞാലും ഉടനെ അത് വിശ്വസിക്കും. ഇന്ന് പറയുകയാണ് തളച്ചവെള്ളം കുടിക്കരുത്, തളച്ചവെള്ളം കുടിച്ചാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അന്ന് വീട്ടിൽ വന്ന ശേഷം പിന്നെ പച്ചവെള്ളേ കുടിക്കുള്ളൂ. ഈ ആഹാരം കഴിക്കരുത്, ഈ ആഹാരം കഴിച്ച് എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് അത് വേണ്ടാണ്ടായി. വേറൊരു ദിവസം വേറെ ആൾ പറയണം അതല്ല കേട്ടോ, ആ ആഹാരം കഴിച്ചാലേ ഇങ്ങനെ നിങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ട് അത് വേണമെന്നായി. ഇങ്ങനെ തൻ്റെ ഭർത്താവ് പ്രഭാവിതനാകുന്നതിൽ കഷ്ടപ്പെട്ടു പോയൊരു ഭാര്യ ഒരു ദിവസം ഒരു കൗൺസിലർ എടുത്ത് സംസാരിക്കുകയാണ്. അയാൾ പറയും നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഭർത്താവിൻ്റെ ഈ ഒരു പ്രഭാവത്തെ ഞാൻ രക്ഷിച്ചു തരാമെന്ന് പറയുകയാണ്. അങ്ങനെ അവർ പറഞ്ഞതനുസരിച്ച് ഭാര്യ പിറ്റേ ദിവസം ഭർത്താവ് ഉറക്കത്തിന് എഴുന്നേറ്റ് അയാൾ വളരെ ഫ്രഷായിട്ട് എനർജറ്റിക് ആയിട്ട് എഴുന്നേറ്റ് ഈ ഭാര്യ അയാളുടെ മുഖത്ത് നോക്കി പറയണം, അല്ല എന്തു പറ്റി, ഇന്ന് മുഖമൊക്കെ ആകെ വീങ്ങിയിരിക്കുന്ന പോലെ ഉണ്ടല്ലോ, വല്ലാണ്ടുണ്ടല്ലോ, എന്തെങ്കിലും സുഖമില്ലായി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയും എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ. എന്നിട്ട് കണ്ണാടി പോയി നോക്കി. അപ്പോൾ അയാൾക്ക് തോന്നി ശരിയാണല്ലോ, ഇവിടെ ഒരു വീങ്ങൽ പോലെ ഉണ്ടല്ലോ, ഇവിടെ ഒരു തടിപ്പ് പോലെ തോന്നുന്നുണ്ടല്ലോ, എന്തോന്ന് തോന്നി. സാരല്ല പോട്ടെ, അതൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞ് അയാൾ ബാത്റൂമിൽ പോയി ഫ്രഷായി പുറത്തിറങ്ങി ചായ കഴിക്കാൻ വന്നപ്പോൾ അവരുടെ കുക്കിംഗ് ഉള്ളതായിട്ടുള്ള ലേഡി പറയുകയാണ്, സാറിന് എന്ത് പറ്റി, ഇതെന്താ ഇന്ന് മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നു, വിളറിയിട്ടുണ്ടല്ലോ, കണ്ണിലൊക്കെ എന്തോ ഇടുങ്ങിയ പോലെ ഉണ്ടല്ലോ, എന്തോ കുഴപ്പമുണ്ടോ സാറേയും ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ വിചാരിക്കുക എന്തേ കുഴപ്പമുണ്ടോ, നേരത്തെ ഭാര്യയും പറഞ്ഞല്ലോ, കണ്ണൊക്കെ അങ്ങനെ നോക്കിയേ, എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആഹാരം കഴിച്ചപ്പോൾ അയാൾക്ക് തോന്നിയൊരു ക്ഷീണം പോലെയുണ്ട്, ശരിയാണെന്ന്. അപ്പോൾ ആ കുക്കിൻ്റെ അടുത്ത് ചായ കൊണ്ടുവന്നപ്പോൾ പറയണ ചെറിയൊരു അസ്വസ്ഥത പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്, എന്നാലും കുഴപ്പമൊന്നുമില്ല, ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ അയാൾ പുറത്തിറങ്ങാൻ നേരത്ത് ഡ്രൈവർ പറയും അയാളെ കണ്ടപ്പോൾ, സാറ് എന്താ പറ്റി, വല്ലാണ്ടുണ്ടല്ലോ, സാറിന് ഇന്ന് ഓഫീസിൽ പോകാൻ പറ്റുമോ, ആ ഒരു ഹെൽത്ത് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് കുറച്ചും കൂടെ അസ്വസ്ഥയിൽ പറയാം, എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് വല്ലായ്മയുണ്ട്, തലചുറ്റുന്ന പോലെ ഉണ്ട് എന്നൊക്കെ തോന്നുന്നുണ്ട്, സാരമില്ലേ, ഓഫീസിൽ നിന്ന് അർജൻറ്റായിട്ടുള്ള കാര്യമാണ്, പോവാണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ അയാൾ പോകാൻ നേരത്ത് ഗേറ്റിൻ്റെ അടുത്തൊരു വാച്ച്മാൻ ഉണ്ടായിരുന്നു. ഗേറ്റ് തുറക്കുമ്പോൾ അയാൾ ഈ കാറിൽ നോക്കി പറഞ്ഞു, അല്ല സാറ് ഈ അവസ്ഥയിലാണോ ഓഫീസിലേക്ക് പോകുന്നത്, എന്താ ഈ കാണുന്ന കോല, എങ്ങനെ സാറ് പോവാന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയും എന്തായാലും ഇന്ന് ഓഫീസിൽ അത്രയും അർജൻറ്റായിട്ടുള്ള കാര്യം പോവാതിരിക്കാൻ പറ്റില്ല, എനിക്ക് തീരെ വയ്യാന്ന് അയാൾക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഓഫീസിൽ ചെന്നു ഇറങ്ങി, പക്ഷെ തല ചുറ്റി അയാൾ വീഴാൻ പോയി. രണ്ടാൾ താങ്ങി പിടിച്ചു തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഫാമിലി ഡോക്ടറെ വിളിച്ചു വരുത്തി, ഒപ്പം ആ കൗൺസിലറും ഫാമിലി ഡോക്ടറും കൂടി ഒന്നിച്ചു വന്നു. അപ്പോൾ ഫാമിലി ഡോക്ടർ ഇയാളെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയും, നിങ്ങൾ ഫുൾ ഹെൽത്തിയാണ്, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, മുഖത്ത് നീരുമില്ല, കണ്ണിടുങ്ങിയിട്ടില്ല, നിങ്ങൾ കണ്ടാൽ നോക്കി എത്ര ഫ്രഷ് ആയിരിക്കുന്നു, ഒരു കുഴപ്പവും നിങ്ങൾക്കില്ല എന്ന് പറയും. അപ്പോൾ അയാൾ പറയും അല്ലല്ല, എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, എൻ്റെ കുക്ക് എന്നോട് പറഞ്ഞു, എൻ്റെ കാർ ഡ്രൈവർ പറഞ്ഞു, വാച്ച്മാൻ പറഞ്ഞു, ഓഫീസിലെ ആൾ പറഞ്ഞു, എല്ലാവരും എന്നോട് പറഞ്ഞു എനിക്ക് തീരെ വയ്യാന്ന് പറഞ്ഞതാണ്, എനിക്കും അനുഭവം ആവുന്നുണ്ട് ആ വയ്യായിക, നിങ്ങൾ വെറുതെ പറയാന്ന് പറയും. അപ്പോൾ ഇവരെല്ലാവരും വിളിച്ചു വരുത്തും, വൈഫിനെയും ഈ പറഞ്ഞ എല്ലാവരെയും വിളിച്ചു വരുത്തും. അപ്പോൾ എല്ലാവരും കൂടെ പറയും ഞങ്ങൾ ഇന്ന് സാറിന് കാണുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, നിങ്ങൾ ഡോക്ടർ പറയുന്നത് ശരിയാണ്, ഫുൾ ഹെൽത്തിയാണ്, ഞങ്ങൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇയാൾ ദേഷ്യപ്പെടും, എന്താ ഈ പറയുന്നത്, എന്നെ പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്തു എന്നോ ഒന്ന് പറയും. അതെ, പ്രഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. നിങ്ങൾക്കറിയോ ഇത് അയാളുടെ മാത്രം കഥയൊന്നുമല്ല, നമ്മൾ ഓരോരുത്തരുടെയും കഥയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, ഒരാൾ നിങ്ങളോട് പറയുകയാണ് ഇന്ന് എന്താ നിങ്ങളാകെ ക്ഷീണിച്ച പോലുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെത്താൻ ക്ഷീണം വരികയായി.
ഇന്ന് എന്താ നിങ്ങൾ നല്ല എനർജറ്റിക് ആണെന്ന് പറഞ്ഞാൽ ആണോ, ഓ ഞാൻ ഹാപ്പി ആണല്ലോ എന്ന് ഓക്കെ ആയിട്ടുണ്ടോ, നമ്മളും തോന്നിപ്പോവില്ലേ? ഇതുപോലെ മറ്റൊരാൾ പറയുമ്പോഴത്തേക്കും അത് കേൾക്കുക, ആ പ്രഭാവത്തിൽ വരിക, എന്നിട്ട് അതനുസരിച്ച് ആ കാര്യത്തെ ജീവിതത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരിക. അയാളുടെ കഥ പോട്ടെ, മൂത്ത് നീരൊന്നും വന്നില്ല എന്ന് വിചാരിച്ചോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു കഥ കേട്ടിട്ടുണ്ട്. അവർ ഒരാളെ 5 പേര് റൂമിൽ ഒരാളെ പനിയുള്ളവരാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ പ്ലാൻ ചെയ്യും ഇത്ര ചിലപ്പോൾ ഒരാളെ പറ്റിക്കാനായിട്ട്. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കും പറയും നിന്റെ കണ്ണെന്തടാ ഇടുങ്ങിയത്, മറ്റൊരാൾ തൊട്ടുന്നു, അയ്യോ നിനക്ക് നല്ല ചൂടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ 4 ആൾ പറഞ്ഞു കഴിഞ്ഞാൽ അവന് പനി വരാറുണ്ട് പോലും, അവൻ കിടന്നു പോകാറുണ്ട്. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരെ വരാറുണ്ടെന്ന് കോളേജിൽ കുട്ടികൾ അന്യോന്യം ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടി അനുഭവം പറഞ്ഞു. ഞങ്ങൾ ടീം ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിയൊക്കെ ചെയ്യാറുണ്ട് സിസ്റ്ററെ, പറയുന്നത് കറക്റ്റാണ്. മറ്റൊരാളുടെ പ്രഭാവം നമ്മളിൽ ഏൽക്കാറുണ്ട്. എൻ്റെ അനുഭവം ഒരു കുട്ടി ഷെയർ ചെയ്തതാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു കാര്യം എവിടെയെങ്കിലും നടന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും അയ്യോ അതെൻ്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാവോ, അവിടെ ഒരു അപകടം നടന്നില്ലേ അതുപോലെ ഇങ്ങോട്ട് വരികയാവോ. അതുകൊണ്ട് അപകടത്തിൻ്റെ ദിവസമുള്ള വാർത്തകൾ വായിച്ച് മനുഷ്യന്മാർ അപകടങ്ങളെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുന്നത് കാണാം. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും മോശമായി നടന്നിട്ടുണ്ടെങ്കിൽ അതായിരിക്കും വലിയ വാർത്തകളായിട്ട് വരുന്നത്. അതുകൊണ്ട് കഴിയുമെങ്കിൽ നെഗറ്റീവായിരിക്കുന്ന മെസ്സേജസ് നിന്ന് അവനവനെ മാറ്റി നിർത്തുക. പിന്നെ നിങ്ങൾക്കറിയോ, ഒരു നെഗറ്റീവായിട്ടൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള മെസ്സേജ് ഷെയർ ചെയ്യാൻ ഭയങ്കര മടിയാണ് ആളുകൾക്ക്. നല്ലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ വിഷമാണ് ആളുകൾക്ക്. അതേസമയം നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ ഷെയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു സ്ഥലത്ത് ആക്സിഡൻ്റ് ആയിട്ട് പെടയുന്നതുകളായിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളത് വൈറലാവും. എന്തുകൊണ്ട് വൈറലാവുന്നു? നെഗറ്റിവിറ്റിയുടെ പ്രഭാവം കൊണ്ട്. അതുകൊണ്ട് സ്വയം നമ്മളെ നെഗറ്റിവിറ്റിയുടെ പ്രഭാവത്തിന് രക്ഷിച്ചുകൊണ്ട് നമുക്ക് ടെൻഷൻ ഫ്രീ ആയി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഹെൽത്തി ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ദിവസവും പ്രഭാതത്തിൽ എഴുന്നേറ്റ് പോസിറ്റീവായിട്ടുള്ള ലെസൺസ് വായിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, പഠിക്കുക. ആ രീതിയിൽ ഏതെങ്കിലും തോട്ട്സ് എടുക്കുകയും മനനം ചെയ്യുകയും മഥനം ചെയ്യുകയും എഴുതുകയും ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ പ്ലാൻ രാവിലെ മുതൽ രാത്രി വരെ എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്ത് അതിനെ പ്രാക്ടിക്കലാക്കിക്കൊണ്ട് രാത്രി ഒരു ചെക്ക് ലിസ്റ്റ് കൂടെ തയ്യാറാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കും ഈ ടെൻഷൻ നിറഞ്ഞ ലോകത്തിൻ്റെ ഉള്ളിലും സന്തോഷഭരിതമായിക്കൊണ്ട് ശക്തമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.